ഗൈസ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 25ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. എനിക്ക് ഞാൻ എമറാൾഡ് വേണ്ട ഗൈസ്, അത്രയ്ക്ക് എമറാൾഡ് ഉണ്ട്. ഇത് 15 എമറാൾഡും 4.5 സ്റ്റാക്ക്, 4 സ്റ്റാക്കും 15 എമറാൾഡായി ഗൈസ്. ഞാൻ ഓഫ് ക്യാമറയിൽ ഒരുപാട് ഗ്രൈൻഡിങ്ങിലായിരുന്നു. ഞാനിവിടെ ഒരു സിംഹാസനം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പൊട്ടിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഡയമണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഡയമണ്ട് പൊട്ടിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നെതറൈറ്റ് കിട്ടുകയാണെങ്കിൽ നെതറൈറ്റ് അവിടെ ആയിട്ട് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താണ്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ടൂൾസ് ആകുമ്പോഴാണ് ഗൈസ്. അങ്ങനെ എപ്പിസോഡ് എത്തി ഗൈസ്. ഞാൻ എൻജോയ്മെൻറ്റ് ചെയ്യുന്നില്ല, കിട്ടിയ എടുത്തിട്ടുണ്ടല്ലോ. നാളത്തെ എപ്പിസോഡ് വെറ്റാണെങ്കിൽ മാക്സ് എൻജോയ്മെൻറ്റ് ആക്കാം. ഇപ്പോൾ ഗൈസ് എൻ്റെ ഷീൽഡ് റൗണ്ടിൽ ഇരിക്കുന്ന നമ്മൾ ചോദിച്ചാൽ അതിന് ഷേഡർ ഇട്ട് ഗൈസ്. എൻ്റെ പേര് എൻ്റെ ഓർമ്മയില്ല, എന്താണെന്ന് അറിയില്ല. എൻ്റെ ഷേഡർ ഇട്ടാണ്, അതാണ് ഇങ്ങനെ ഡോറ് ഗൈസ്, ഗ്ലാസ്സുകളുള്ള ഡോറ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ഇപ്പോൾ തന്നെ കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അങ്ങനെ നമുക്ക് നിന്നിട്ടൊരു സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കണം. സ്മിത്തിങ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഞാനത് ഷേഡോ ഇട്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ജാവ എഡിഷൻ്റെ UI കയറി, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാവ എഡിഷൻ്റെ UI ഒക്കെ ഇതിൽ കയറി വെക്കണം. ഞാൻ ഷേഡർ മാത്രം ഇട്ടല്ലോ, എന്നിട്ട് അതിൻ്റെ ഇതൊക്കെ കാണിക്കണതാണ്. എന്നിട്ടൊക്കെ അറിയില്ല, എന്നിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തെന്നുണ്ട് ഗ്രാൻഡ് സ്റ്റോണ് വേണം. പിന്നെ സ്മിത്തിൻ്റെ ടേബിൾ, ഗ്രാൻഡ് സ്റ്റോൺ എൻ്റെ ഗോൾഡ് ഫാമിലുണ്ട്. അപ്പോൾ സ്മിത്തിൻ്റെ ടേബിൾ ഉണ്ടാക്കാൻ 2 വേണം. 4 വുഡല്ല, 2 അല്ല 8 വുഡുണ്ട്, അത് മൊത്തം എടുക്കാം. ഇതെടുത്തിട്ട് ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ആകാൻ മാറി 3 ബാക്കിയുണ്ട്. എണ്ണാക്കറ്റൊക്കെ ആയിരിക്കട്ടെ. എൻ്റെ ഉണ്ടായിരുന്നത് കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അത്രയും എമറാൾഡ് ബ്ലോക്കൊക്കെ. ഇതിൽ 53 ഉണ്ടായിരുന്നു. അവിടെ സ്മിത്തിങ് ടേബിൾ റെഡി. ഇതുണ്ട് നമുക്ക് നെതറൈറ്റ് ആർമർ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നെതറൈറ്റ് ആർമർ ഉണ്ടാക്കും. അതിനായിട്ടുള്ളത് അങ്ങനെ ചെയ്യാണ്. പക്ഷേ സ്മിത്തിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കണം, അതിനൊരു ഡയമണ്ട് ആവശ്യമുണ്ട്. ഡയമണ്ടിൻ്റെ ബ്ലോക്ക് 3 ബ്ലോക്ക് ഉണ്ട് ഉണ്ടല്ലേ. ഇത് 1.20 ഫീച്ചറാണ്, പുതിയ ഫീച്ചറല്ല. ഞാനിത് 1.21 ബേറ്റ വേർഷനാണ്. ഞാൻ എന്താ പറയുക, ഗെയിം ഇത് ക്രാഷ് ആയിട്ടുണ്ട്. ഞാൻ ചിലത് ഗ്ലാസ്സാന്ന് വിചാരിക്കും ഗൈസ്, കടക്കാന്ന് ശരിക്കും വരുന്നില്ല. ഗ്ലാസ്സാന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ കടക്കൊക്കെ ഞാൻ കരുതി ഉണ്ടേ. ഇത് കണ്ടോ ഗൈസ്, മൈൻക്രാഫ്റ്റിൻ്റെ മേഘത്തിൻ്റെ മുകളിൽ ഒറിജിനൽ മേഘം. എന്താ ടേട്ടൊക്കെ എന്തോട്ടത്, ഇത് ഒറിജിനലും ഉണ്ടോ. മുകളിൽ പുല്ല്, അടിയിലൊക്കെ കരിഞ്ഞിട്ടേക്കണം മണ്ണ്. അതങ്ങനെ തന്നെയാണല്ലോ റിയല്. മുകളിൽ പുല്ലും അടിയിൽ മണ്ണും അങ്ങനെ തന്നെ റിയൽ. അങ്ങനെ തന്നെ ഒരുപാട് മാറ്റം. ഗ്ലാസ് പോലും മര്യാദയ്ക്ക് കാണാല്ലേ. ഒരു ടാബ് ഡോറുണ്ട് കാണുന്നത്, ടാബ് ഡോറാണ് കാണുന്നത്. ഞാൻ മുകളിലിട്ടൊന്നൊരു ഷാഡോ ബാക്കാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഷാഡോ കാണിച്ചാലേ. ഇത് കണ്ടില്ലേ വൂൾ ഫാം നോക്ക്. ഗ്ലാസ് ജാവഡിഷൻ, എൻ്റെ ഗ്ലാസ് പോലെ. എങ്ങനെയാണ് ജാവഡിഷൻ UI വന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഉണ്ടല്ലേ ടാബൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇനിയൊരു വില്ലേജറിനെയും കൂടി 2 വില്ലേജറും കൂടി ഒപ്പിച്ചിട്ട് വരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ടൂൾസുമായി. ഞാൻ എൻ്റെ ഷവലും കിട്ടിയില്ല, പിന്നെ ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റ് കിട്ടാത്തതുണ്ട്. ഞാനത് മൈൻ ചെയ്യാൻ പോയിരുന്നു, കുറച്ച് മൈൻ ചെയ്യാൻ പോയി. ഡയമണ്ട് ഉണ്ട്, അത് വെറുതെ മൈൻ ചെയ്യാൻ പോയി. അപ്പോൾ കുറച്ച് ഡയമണ്ട് കിട്ടി, അത് വെച്ചിട്ട് ഞാൻ ചെസ്റ്റ് പ്ലേറ്റും ഉണ്ടാക്കി. പിന്നെ ഒരു ഷവലും ഉണ്ടാക്കി ഗൈസ്.
ഞാൻ ഇപ്പോൾ ഷേഡർ ഓഫ് ചെയ്തേക്കണം. ഷേഡർ ഡ്രസ് ഇടാത്ത ഷേഡർ ആക്സ് കാണാൻ ഭംഗിയില്ല. സോഡിൽ എടുക്കുന്ന സ്മൈറ്റ് 2 ഞാൻ 2 ആക്സ് ഇടുന്നുണ്ട്. ആക്സ് ഇട്ടണം അൺബ്രേക്കൻ 3 ഫ്ലുവൻസി 3 വേറൊരു ആക്സ് ഉണ്ട്. ഞാൻ സിൽക്ക് ടച്ച് ഫോർട്ടണാക്കാൻ തോന്നുന്നു. ഇതിൽ സിൽക്ക് ടച്ചും മെൻറ്റിങ്ങും കൂടെ ആഡ് ചെയ്തത് ഫുള്ളായി തോന്നുന്നു. പിന്നെ ഷാർപ്നെസ് 3 ആണ് അതിൽ എടുക്കുന്നത്. ഷാർപ്നെസ് 3 പിന്നെ ഇതിൽ സ്മൈറ്റ് 2 ഇറങ്ങണോ? വേണ്ട, ഇറങ്ങിയിട്ട് വലിയ അടി വാങ്ങണ്ട. ഞാൻ ഗോൾഡ് മോളൊക്കെ നിറച്ച് വില്ലേജസായി. എൻ്റെ കയ്യിൽ ഒരുപാട് എമറോൾഡ് ഇപ്പോൾ. ഇതാണ് ഒരുപാട് മോൺസ്റ്റർ ഉണ്ട്. ബഡ് കൊടുക്കുമ്പോൾ എൻ്റെ ഡ്യൂറബിൾ ടോർണമെൻറ്റിങ് ഒന്നും തരും. ഓക്കെ, ഗോൾഡ് ഫാമിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വില്ലേജായി. അവരൊന്നും എനിക്ക് ഈ ആർമറിൻ്റെ ഇത് തന്നില്ല. ആക്സിനെ പറയാം. ഓ, ഇത് ഡ്യൂറബിലിറ്റി പോയില്ല കേട്ടോ. ആരാക്കണ ക്രീപ്പറല്ലാക്കണ. ഞാൻ പോണു. എൻ്റെ വീട് അങ്ങനെ കൂട്ടി കഴിഞ്ഞ് പിന്നെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ പാലൊക്കെ കണ്ടാലൊരു ഭംഗിയില്ലാത്തൊരു പാലാണ് അത്. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയത്. ഇത് അവരുടെ ആവശ്യമില്ല, വെറുതെ ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ അങ്ങനെ കടക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ പാലുണ്ടാക്കി വെച്ചത്. എന്തായാലും പൊട്ടിക്കും. ഞാൻ എൻ്റെ മെഗാ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഒരു പ്രോജക്റ്റ് ബോർഡിൻ്റെ ഒരു സ്ഥലം ഉണ്ടാക്കണം. നമ്മുടെ പ്രോജക്റ്റ് ബ്ലോക്ക് എഴുതിയിരിക്കും പ്രോജക്റ്റ്. ഞാൻ ഈ സാധനം വരെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ സാധനം എടുത്തൊന്നു ആർമർ കിട്ടാൻ വേണ്ടിയിട്ട്. ആർമറിൻ്റെ അടുത്ത് വേറെ ഉണ്ടെന്നു. ഒരു ആർമറുണ്ട് കിട്ടി, മറ്റേ ബ്ലാസ്റ്റ് പറഞ്ഞ വെച്ചിട്ട്. അതിലാണെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ മാനുവലായിട്ട് തന്നെ മൈൻഡ് ചെയ്തിട്ട് എടുത്തു, ഇപ്പോഴും ചെയ്യണ പോലെ. പക്ഷേ അതല്ല, കുറച്ചും ഇവിടെ നിറച്ചു വില്ലേജസ് കുറച്ചധികം വില്ലേജസ് ഉണ്ട്. ചില വില്ലേജസ് പോയി അവിടെ കിടന്ന് ഉറങ്ങിയതാ, എല്ലാവരും ഡെഡായി. കുറച്ചെണ്ണം അതിനെ കൂടെ ഈ ബ്രീഡറിൽ കുറേ നേരം എഫ് നിന്ന് ഇത്ര വില്ലേജസ്. ഇവിടെ മിക്കവരൊക്കെ മാക്സ് ആണ്. ഇപ്പം മാക്സ് ആണോ? ഇപ്പം മാക്സ് അല്ല തോന്നുന്നു. അല്ല ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഇപ്പം മാക്സ് ലെവലാ കണ്ടോ? മാക്സ് ലെവൽ ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ സോഡ വാക്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വേണ്ടില്ലേ? ഇവന്മാരെപ്പോഴും തന്നെ വെക്കുന്നു. ഞാൻ പിന്നെ ഇവിടെയാണ് ആറുമാറിന് സെറ്റ് ചെയ്യുന്നത്. സോറി, ഇവിടെ ആറുമാർ. സോറി, ഇത് ഇവിടെ. ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ചോദിച്ചിട്ട് എമറോൾഡൊക്കെ കിട്ടി. അവന്മാർക്ക് കുറേ എമറോൾഡ് തന്നു. കണ്ടില്ലേ? ഇതിനാണ് എനിക്ക് കിട്ടിയത്. ലൈറ്റിൻസും പൂട്ടും. ഡയമണ്ട് കൊടുക്കേണ്ടി വന്നു. അതൊന്നും വിഷയമില്ല. ഡയമണ്ട് ഒന്നും ഒരു വിഷയമല്ലേ. പിന്നെ കണ്ടില്ലേ, ഇവിടെ കൂടെയാണ് ഇറക്കി കൊണ്ടുവന്നത്. ഈ വഴി ഉണ്ടാക്കിയത് നന്നായി. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇവൻ്റെ ബുക്ക് കാണിച്ച് ബുക്ക് ഷെൽഫൊക്കെ പൊട്ടിച്ച് ബുക്ക് ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ തന്നെയുള്ള ഞാൻ കാണിച്ചു തരാം. അതേ ഇത്രയധികം എൻചാൻറ്റിങ് ബുക്ക് കിട്ടി. ഏത് 4 എൻചാൻമെൻ്റൊക്കെ ഉണ്ട്. അടുത്ത എപ്പിസോഡ് വയ്ക്കും. ഡയമണ്ട് റൂൾസ് ആർമറൊക്കെ മാക്സ് ലെവലാക്കാനുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു. ഒക്കെ നല്ല പവർ. അത് കണ്ടില്ലേ? ഇത് നമുക്ക് ഫയർ പ്രൊട്ടക്ഷൻ 3, റെസ്പിറേഷൻ 3, ഫയർ റെസ്പെക്റ്റ് കുറച്ചധികം ഉണ്ട്. ലൂട്ടിങ് കിട്ടുകയാണെങ്കിൽ നന്നായി. സോഡിൽ ലൂട്ടിങ് ഉണ്ടോ? ലൂട്ടിങ് ഫോർച്യൂൺ 3 ഉണ്ട്. ഫോർച്യൂൺ 3 സിൽക്ക് ടച്ച് ഉണ്ട്. ഞാൻ പറയാൻ പറഞ്ഞു, സിൽക്ക് ടച്ച് കിട്ടിയിട്ടായിരുന്നു. എക്സിക്യൂട്ടുള്ളത് ഇനിയൊക്കെ എന്നിട്ടാ ഇനി ലൂട്ടിങ്ങിൻ്റെ ഇങ്ങനെ സെറ്റായിരുന്നു. ലൂട്ടിങ് അവരില്ല ആണോ? ഇല്ലാന്ന് തോന്നുന്നു. ജാവഡിഷനും മൗസ് ഉണ്ടാകുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കേണ്ട സിനിമ എടുത്ത് നോക്കിയാൽ മതി. ഭയങ്കര നോക്കാൻ പാടില്ല, ചിലപ്പോൾ അങ്ങോട്ട് കൂടെ കയറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡയമണ്ട് ആർമർ ടൂൾസൊക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ കാണിച്ചു തരാം. ഇത് ഡയമണ്ട് ആർമറായി.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.